Good day all. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൺ വേ അനോവയുടെ പ്രോബ്ലമാണ്. Manure A, B and C are applied to 4 plots, each 12 identical plots in which the same variety of wheat was cultivated. The following table gives the yield per plot in quintals. Test whether manure have significantly different effect at 5% level. Okay. ഇവിടെ മാനുവർ എയും ബിയും സിയും തന്നിട്ടുണ്ട്. അപ്പം ക്വസ്റ്റ്യൻ വെച്ചാൽ ഈ മാനുവറിൻ്റെ എഫക്റ്റ് സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻ്റ് ആണോ അല്ലയോ എന്നാണ്. അപ്പം ഇവിടെ 3 എന്തുണ്ട് മാനുവറുണ്ട്, 3 മാനുവേഴ്സ് ഉണ്ട്. അപ്പം 2ൽ കൂടുതൽ എന്തുണ്ട് ഫാക്ടറുണ്ട്, 2ൽ കൂടുതൽ സാമ്പിൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എന്താണ്, അനോവയാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ ഇവിടെ എയും ബിയും സി എന്ന് പറയുന്ന ഒരു ഫാക്ടർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ വൺ വേ അനോവ ടേബിളാണ് യൂസ് ചെയ്യുന്നത്. അപ്പം വൺ വേ അനോവ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ അനോവ ടേബിൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. അനോവ ടേബിൾ ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ അനോവ ടേബിൾ ഉണ്ടാക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം വേണം. അതായത് ബിറ്റ്വീൻ സാമ്പിൾസ്, അത് സെക്കൻഡ് വിത്തിൻ സാമ്പിൾസിൻ്റെ ഇത് ടോട്ടലിന് ഇതിൻ്റെ ഓരോ സം ഓഫ് സ്ക്വയേഴ്സും മീൻ സം ഓഫ് സ്ക്വയേഴ്സും ഒക്കെ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. നമ്മളിവിടെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഫസ്റ്റ്, അതായത് ഇവിടെ തന്നിട്ടുണ്ട് എ എന്ന് പറയുന്നത് എന്താണ് 8, 4, 6, 7, ബി എന്ന് പറയുന്നത് 7, 5, 5, 3, അടുത്ത സി എന്ന് പറയുന്നത് 2, 5, 4, 4. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ എന്ത് കണ്ടുപിടിക്കണം, ഓരോ ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം ഇവിടെ ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുമ്പോൾ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻ, സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻ, അതായത് 8 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എക്സെട്ര പ്ലസ് എന്താണ് 4 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ, സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻ മൈനസ് കറക്ഷൻ ഫാക്ടർ. കറക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ടോട്ടൽ ജി എഴുതുന്നത് ഗ്രാൻഡ് ടോട്ടൽ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഗ്രാൻഡ് ടോട്ടലിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അതായത് 8 + 4 + 6 പ്ലസ് ഗ്രാൻഡ് ടോട്ടലിന് എന്താണ് 8 + 4 + 6 പ്ലസ് എക്സെട്ര പ്ലസ് 4 + 4 ഗ്രാൻഡ് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 60 കിട്ടും. ഓക്കെ, 60 ചെയ്ത് നോക്കിയാൽ മതി, 60 കിട്ടും. അപ്പം 60യുടെ സ്ക്വയർ ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ 1, 2, 3, 4 എക്സെട്ര ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ 12 ഉണ്ട്. ഓക്കെ, നമ്മളിത് ചെയ്യുമ്പം ഇത്രയും പ്ലസ് ചെയ്യുമ്പം 334 മൈനസ് ഇത് ചെയ്യുമ്പം 300 കിട്ടും. 300 കിട്ടും. നമുക്ക് ആൻസർ 34 കിട്ടും. ഓക്കെ, അപ്പം ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് ഈ രീതിയിലാണ് കണ്ടുപിടിക്കുന്നത്. അതായത് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻ മൈനസ് കറക്ഷൻ ഫാക്ടർ G²/N. ജി എന്ന് പറയുന്നത് ഗ്രാൻഡ് ടോട്ടലിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ N. അപ്പോൾ നമുക്ക് ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ സം ഓഫ് സ്ക്വയേഴ്സ് കണ്ടുപിടിക്കണം. സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ്. ഇവിടെ ട്രീറ്റ്മെൻറ്റ് പോലെ എന്താണ്, മാനുവറാണ്. ഓക്കെ, സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു മാനുവർ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എന്നായിട്ട് ജനറേറ്റ് എടുക്കുകയാണ്. സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു മാനുവർ. ഞാനിവിടെ SST എന്ന് ഡിനോട്ട് ചെയ്യണം. SST. ഓക്കെ, SST എന്ന് പറയുന്നത് സമ്മേഷൻ TI/NI മൈനസ് കറക്ഷൻ ഫാക്ടർ. ഓക്കെ, സമ്മേഷൻ TI² മൈനസ് കറക്ഷൻ ഫാക്ടർ. അതായത് സമ്മേഷൻ TI² എന്നാൽ സം ഓഫ് ഒബ്സർവേഷൻസ് ഇൻ ദ ith സാമ്പിളും NI എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഇൻ ദി ith സാമ്പിളും. അതായത് അതായത്
T1 എന്ന് വെച്ചാൽ T1 എന്ന് പറഞ്ഞാൽ എന്താണ് 8 + 4 + 6 + 7 8 + 4 + 6 + 7 നമുക്ക് 25 എന്ന് കിട്ടും. T2 എന്ന് പറയുമ്പോൾ എന്താണ് 7 + 5 + 5 + 3 7 + 5 + 5 + 3 ചെയ്യുമ്പോൾ നമുക്ക് 20 എന്ന് കിട്ടും. അതുപോലെ തന്നെ T3 എന്ന് പറയുന്നത് 2 + 5 + 4 + 4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും T3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 50 എന്ന് കിട്ടും. ഇപ്പോൾ എന്ത് ചെയ്താൽ സമ്മേഷൻ Ti²/n, അതായത് Ti² ഫസ്റ്റ് ഉണ്ടെങ്കിൽ T1² 25²/n1 എത്ര ഉണ്ട് 1 2 3 4 4 ഉണ്ട്. ഓക്കെ, അപ്പോൾ 4 പ്ലസ് അടുത്തെന്താണ് T2² 20യുടെ സ്ക്വയർ ഡിവൈഡ് ബൈ എത്ര ഉണ്ട് 1 2 3 4 ഉണ്ട്. പ്ലസ് അടുത്തത് T3 ദാറ്റ് ഈസ് 50 T3ന് 50ൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ എത്ര ഒബ്സർവേഷൻ 1 2 3 4. ഓക്കെ, മൈനസ് കറക്ഷൻ ഫാക്ടർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നു G²/n ദാറ്റ് ഈസ് 300 നമുക്ക് ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ അത് കറക്ഷൻ ഫാക്ടറിന് G²/n. ഓക്കെ, കറക്ഷൻ ഫാക്ടറിന് G²/n അതായത് എന്ത് കിട്ടും 300 എന്നിവിടെ കിട്ടും. ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ 12.5 എന്ന് കിട്ടും. 12.5. അപ്പം എന്താണ് സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റും കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇറർ സം ഓഫ് സ്ക്വയേഴ്സ് കണ്ടുപിടിക്കണം. ഇറർ സം ഓഫ് സ്ക്വയേഴ്സ് എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം. ഇറർ സം ഓഫ് സ്ക്വയേഴ്സ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ടോട്ടൽ സം ഓഫ് സ്ക്വയറിൽ നിന്ന് സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇറർ സം ഓഫ് സ്ക്വയേഴ്സ് കിട്ടും. ഇറർ സം ഓഫ് സ്ക്വയേഴ്സ് എന്നാൽ ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സിൽ നിന്നും സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇറർ സം ഓഫ് സ്ക്വയേഴ്സ് കിട്ടും. നമ്മൾ ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് നമുക്ക് നേരത്തെ ചെയ്തപ്പം 34 കിട്ടിയായിരുന്നു. ഓക്കെ, 34 മൈനസ് സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പം എന്ത് കിട്ടി 12.5 എന്നും കിട്ടിയായിരുന്നു അപ്പം നമ്മൾ ചെയ്തപ്പം. ഓക്കെ, അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് വെച്ചാൽ 21.5 എന്ന് കിട്ടും. 21.5 എന്നും കിട്ടും. ഓക്കെ, നമ്മൾ ടോട്ടൽ സം ഓഫ് സ്ക്വയർ പിടിച്ചു. അതുപോലെ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ്. അടുത്തത് ഇറർ സം ഓഫ് സ്ക്വയേഴ്സ്. ഇറർ സം ഓഫ് സ്ക്വയർ TSS ഡിനോട്ട് ചെയ്യും, SST എന്നും ഡിനോട്ട് ചെയ്യാം കേട്ടോ. SST. ഓക്കെ, അത് സ്പെസിഫൈ ചെയ്താൽ മതി. കുറച്ചും കൂടെ നല്ലത് TSS എഴുതുന്നതായിരിക്കും കുറച്ചും കൂടെ ഇത്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇത്രയായി. അതായത് നമ്മൾ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻ്റ് ആണിത്. ഇത് സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ഇറർ. SSWനെക്കാട്ടും നല്ലത് കുറച്ചും കൂടെ SST ആണ് ഇവിടെ എഴുതിക്കുന്നത്. ESS എന്ന് എഴുതിയാലും പ്രശ്നമില്ല കേട്ടോ. SST എന്നോ ESS എന്നോ എന്ത് എഴുതിയാലും പ്രശ്നമില്ല. ഇനി നമുക്ക് മീൻ സം ഓഫ് സ്ക്വയേഴ്സ് കണ്ടുപിടിക്കണം. രണ്ടിൻ്റെയും മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ട്രീറ്റ്മെൻറ്റിൻ്റെയും കണ്ടുപിടിക്കണം, ഇററിൻ്റെയും കണ്ടുപിടിക്കണം. ഓക്കെ, അതായത് മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ് SST എന്നോ SST ആണല്ലോ. ഓക്കെ, സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ് ഡിവൈഡ് ബൈ അതിൻ്റെ ഡിഗ്രീസ് ഫോർ ഫ്രീഡം. അതായത് നമുക്കത് ട്രീറ്റ്മെൻറ്റ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് ഓരോ എന്താണ് മാന്യൂറാണ്. ഇവിടെ നമ്മൾ 3 മാന്യൂറായിരുന്നു, എന്താണ് A B C. അപ്പം
നമ്മൾ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ് ഡിവൈഡ് ബൈ കെ മൈനസ് 1. ഇവിടെ കെ എന്നത് 3 ആയിരുന്നു. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. എന്ന് പറയുന്നത് 12.5 ആയിരുന്നു. ഓക്കെ, 12.5 ഡിവൈഡ് ബൈ കെ മൈനസ് 1. കെ എന്ന് പറയുമ്പോൾ ഇവിടെ 3 ആണ്, എ ബി സി 3 ഫാക്ടറാണ്. 3 മൈനസ് 1 2 കിട്ടും. നമുക്കിത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6.25 കിട്ടും. ഓക്കെ, 6.25. ഓക്കെ, അതുപോലെ തന്നെ എന്ത് കണ്ടുപിടിക്കണം? മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു എന്തും കൂടെ കണ്ടുപിടിക്കണം, ഇറർ കണ്ടുപിടിക്കണം. മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ഇറർ, മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ഇററും കണ്ടുപിടിക്കണം. മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ഇറർ. മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ഇറർ എന്ന് പറയുന്നത് എന്താണ്? മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു എന്നതിന് ഇറർ സം ഓഫ് സ്ക്വയേഴ്സ്, എസ് എസ് സി ഇട്ടാലും ഇ എസ് എസ് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഇറർ സം ഓഫ് സ്ക്വയേഴ്സ് ഡിവൈഡ് ബൈ എൻ മൈനസ് കെ. നമ്മൾ ഇറർ സം ഓഫ് സ്ക്വയേഴ്സ് നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? 21.5 ഡിവൈഡ് ബൈ എൻ മൈനസ് കെ. എൻ മൈനസ് കെ എന്ന് പറയുന്നത്, എൻ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ, അതായത് 12 മൈനസ് നമ്പർ ഓഫ് ട്രീറ്റ്മെൻറ്റ്. ഇവിടെ 3 ഫാക്ടറാണ്, എ ബി സി 3 എന്നപ്പോൾ 12 മൈനസ് 3. അപ്പം 21.5 ഡിവൈഡ് ബൈ 12 മൈനസ് 3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2.41 ആയിരിക്കും കിട്ടുന്നത്. 2.41. മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ഇററിനെ MSC എന്ന് ഇടാം കേട്ടോ. MSC. മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റിനെ MST എന്ന് ഡിനോട്ട് ചെയ്യാം കേട്ടോ. MST. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എഫ് റേഷ്യോ കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? എഫ് റേഷ്യോ കണ്ടുപിടിക്കണം. എഫ് റേഷ്യോ എന്ന് പറയുന്നത് എഫ് റേഷ്യോ എന്ന് പറയുന്നത് എഫ് ഈസ് ഈക്വൽ ടു മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ് ഡിവൈഡ് ബൈ മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ഇറർ. മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ് ഡിവൈഡ് ബൈ മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ഇറർ. നമ്മൾ മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റിനകത്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? നമ്മൾ 6.25 കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, 6.25 ഡിവൈഡ് ബൈ മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു എന്ത് ഇറർ. ഇതെന്ന് പറയുന്നത് 2.41. ഓക്കെ, 2.41 നമ്മൾ ചെയ്യുമ്പോൾ 2.6 എന്ന് കിട്ടും. 2.6 എന്ന് കിട്ടും. ഇനി നമ്മൾ H0 റിജക്റ്റ് ചെയ്യുന്നത് വെച്ചാൽ വി റിജക്റ്റ് H0 എന്താണ്? 3ൻ്റെയും എഫക്റ്റ് എന്താണ്? 3 നാനോറിൻ്റെ എഫക്റ്റ് ഈക്വൽ ആണ്. അപ്പം വി റിജക്റ്റ് H0 ഈഫ് എഫ് ഗ്രേറ്റർ ദാൻ എഫ്. നമ്മൾ ക്വസ്റ്റ്യനിൽ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വന്നിട്ട്. ഓക്കെ, അപ്പം എഫ് ആൽഫ കെ മൈനസ് 1 എൻ മൈനസ് കെ. ഓക്കെ, കെ മൈനസ് 1, കെ എന്ന് പറയുന്നത് എത്രയാണ്? 1 2 3. 3 മൈനസ് 1 2, എൻ. എൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ, ദാറ്റ് ഈസ് 12 മൈനസ് 3. ഓക്കെ, അതായത് എഫ് ഗ്രേറ്റർ ദാൻ എഫ് ആൽഫ 2,9 നമ്മൾ എന്ത് ചെയ്യും? H0 റിജക്റ്റ് ചെയ്യും. നമുക്ക് നോക്കാം. നമുക്ക് എഫിൻ്റെ എന്താണ് ടേബിൾ, എഫ് ടേബിൾ വാല്യൂ വേണം. ഓക്കെ, എഫ് ടേബിൾ വാല്യൂ വേണം. അതായത് F2 എന്ന് പറയുമ്പോൾ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1 D1 2ഉം മറ്റ് 9, ദാറ്റ് ഈസ് 4.26
4.26. അപ്പം നമുക്കിവിടെ ടേബിൾ വാല്യൂ എന്ത് കിട്ടി? 4.26 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 4.26 കിട്ടി. എഫ് എന്ന് പറയുന്നത് 2.6 എന്ന് കിട്ടി. ഇവിടെ എന്താണ്? ഗ്രേറ്റർ ദാൻ ആണോ? ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ റിജക്റ്റ് ചെയ്തതിന്. ഇവിടെ ലെസ് ദാൻ ആണ് വന്നത്. അപ്പോൾ എന്ത് പറയാം? എന്താണ്? അക്സെപ്റ്റ് ചെയ്തു. അതായത് ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ എഫക്റ്റ് ഓഫ് ദീസ് 3 മാനുവർ എന്ന് പറയാം. ഓക്കെ, നമ്മൾ അനോവ ടേബിൾ ഇങ്ങനെ നോക്കാം. അനോവ ടേബിൾ എന്ന് പറയുമ്പം അനോവ ടേബിൾ നോക്കാം. ഇതാണ് അനോവ ടേബിൾ. ബിറ്റ്വീൻ മാനുവർ, എന്താണ്? സം ഓഫ് സ്ക്വയർസ് ഡ്യൂ ടു ട്രീറ്റ്മെൻ്റ് ആണ് ഇവിടെ ബിറ്റ്വീൻ മാനുവർ എന്ന് കാണിച്ചിരിക്കുന്നത്. സോറി, ബിറ്റ്വീൻ സോഴ്സ് ഓഫ് വേരിയേഷനിൽ ട്രീറ്റ്മെൻ്റ് ആണ് വരുന്നത്. ട്രീറ്റ്മെൻറ്റ് ആണ് ഇവിടെ എന്താണ്? മാനുവർ ആണ്. ബിറ്റ്വീൻ ട്രീറ്റ്മെൻറ്റ് എന്നാണ് വരുന്നത്. ഓക്കെ, ഉണ്ട് ഈ രീതിയിൽ കേട്ടോ. നമ്മൾ അനോവ ടേബിൾ ബിറ്റ്വീൻ സാമ്പിൾ, ബിറ്റ്വീൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ്? മാനുവർ ആണ്. അപ്പം സോഴ്സ് വരുന്നത് എന്താണ്? ബിറ്റ്വീൻ മാനുവർ. ബിറ്റ്വീൻ മാനുവറിൽ നമ്മൾ സം ഓഫ് സ്ക്വയേഴ്സ് കണ്ടുപിടിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ സം ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് 12.5. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് k-1, k-3 - 1 2. അതിൻ്റെ മീൻ സം ഓഫ് സ്ക്വയർ 12.5 ഡിവൈഡ് ബൈ 2 ആണ് 6.25. അതുപോലെ തന്നെ ഇറർ സെക്കൻഡ് വരുന്നുണ്ട്. ഓക്കെ, ഉണ്ട് ഇത് സെക്കൻഡ് വന്ന് വിത്തിൻ സം അല്ലെങ്കിൽ ഇറർ എന്ന് പറയുന്നത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n-k. ഇനി n-ന് 12 - 3 അത് 9 വരും. സം ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കണ്ടുപിടിച്ച് സം ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് 34 മൈനസ് അത് 21.5. 21.5 ഡിവൈഡ് ബൈ 9 ചെയ്യുമ്പോൾ മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ഇറർ കിട്ടും. അത് 2.41. ഈ രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്നിട്ട് എഫ് റേഷ്യോ കിട്ടും. ദാറ്റ് ഈസ് 2.6. ടോട്ടൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. ടോട്ടൽ സം ഓഫ് സ്ക്വയർ 34. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n-1, n-ന് 12 - 1 11 കിട്ടും. ഓക്കെ, അപ്പോൾ എഫ് 2.6 കിട്ടി. എഫ് ഗ്രേറ്റർ ദാൻ എഫ് ആൽഫ ആണെങ്കിൽ എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യും. എഫ് ആൽഫ എന്ന് കണ്ടുപിടിക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എഫ് ആൽഫ കണ്ടുപിടിക്കുന്നത് k-1 n-1 k-1 n-k ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ഇവിടെ k-1 എന്ന് പറയുന്നത് എന്താണ്? 3 - 1 2 n-k എന്ന് പറയുന്നത് എന്താണ്? 9 ആണ്. അപ്പം എഫ് 2,9ൽ ടേബിൾ വാല്യൂ നോക്കുമ്പോൾ 4.26 കിട്ടും. അതെന്താണ്? 2.6 ലെസ് ദാൻ 4.26 ആണ്. അപ്പോൾ നമ്മൾ ഇൻഫറൻസ് നോട്ട് സിഗ്നിഫിക്കൻറ്റ്, അതായത് എന്തല്ല, മൂന്നിൻ്റെ എഫക്റ്റ് സെയിം ആണെന്ന് പറയും. അപ്പം ഈ രീതിയിലാണ് വൺ വേ അനോവ പ്രോബ്ലം ചെയ്യുന്നത്.